നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാത്തിലിലെ സപ്ലൈകോ ഗോഡൌൺ നവീകരണ പ്രവൃത്തിയിലെ അഴിമതി അന്വേഷണം ത്വരിതപ്പെടുത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് സി കൃഷ്ണൻ MLA. യേശുദേവന്റെ പീഡാനുഭവ സ്മരണപുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. രാമന്തളി ചൂളക്കടവിൽ കടത്തുതോണി സേവനം നിർത്തി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിൽ. കടത്ത് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ട്രാക്കിൽ വിജയങ്ങൾ തീർക്കുമ്പോഴും ജീവിതത്തിന്റെ ഹഡിൽസ് മറികടക്കാനാവാതെ പെരുമ്പടവിലെ കായിക താരം. ഡോക്ടർ ജിനേഷ് കുമാർ എരമത്തിന്റെ കവിതാ സമാഹാരം പിന്നെ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പ്രകാശനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. നെറ്റ്വർക്ക് ന്യൂസ് ഫോളോ അപ്പ്. മാത്തിലെ സപ്ലൈകോ ഗോഡൌൺ നവീകരണ പ്രവൃത്തിയിലെ അഴിമതി അന്വേഷണം ത്വരിതപ്പെടുത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് സി കൃഷ്ണൻ MLA നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ സപ്ലൈകോ അഴിമതി ശൃംഖലയിൽ മാത്തിലിൽ മാത്രം 30 ലക്ഷം രൂപയിലേറെ അഴിമതി നടന്നെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ചാനൽ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിനോടുള്ള പ്രതികരണമായാണ് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടത്. അത് മൊത്തത്തിൽ UDF ഗവൺമെന്റിന്റെ ഓരോ പദ്ധതികൾ ഇങ്ങനെ തുടങ്ങി വെക്കുക, അത് പൂർത്തിയാക്കാതെ കണ്ടിരിക്കുക. തുടങ്ങിയെടുത്ത് തന്നെയും പിന്നെ അഴിമതിയും അതുപോലെ തന്നെ മറ്റ് നടപടികളുമായി ജനങ്ങളുടെ താല്പര്യത്തിന് എതിരായ നിലപാടുകളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്തിൽ ഗോഡൌണുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന അഴിമതി ആരോപണം സംബന്ധിച്ച് അത് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യണം എന്നത് നാട്ടിന്റെ കൂടെ ഒരു ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം വനിതാ സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചു. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം, ചെറുതാഴം ഗ്രാമപഞ്ചായത്തുകളിലെ വനിതകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുഞ്ഞിമംഗലം വനിതാ സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സംഘത്തിന്റെ ഉദ്ഘാടനം മുൻ MP പന്ന്യൻ രവീന്ദ്രൻ നിർവഹിച്ചു. നിങ്ങൾക്ക് നാട് സഹായിക്കും. ആ സഹായമാണ് നമുക്ക് വലുത്. ഇവിടെ സ്ത്രീകളുടെ മാത്രം ഒരു സഹകരണ സംഘമല്ലേ? ആ സഹകരണ സംഘം നമ്മുടെ നാട്ടിന്റെ പഴയകാല പാരമ്പര്യം. ഇവിടുത്തെ പഴയ പാരമ്പര്യം ഞാൻ പറയണ്ടല്ലോ. ഈ വടക്കേ മലബാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമരത്തിന് പാരമ്പര്യമുള്ള സ്ഥലമാണ്, നന്മയുടെ വഴിയുള്ള സ്ഥലമാണ്. ഈ നന്മയുള്ള പ്രദേശത്ത് ഇവിടെ ഒരു സഹകരണ സംഘത്തിന്റെ ഓഫീസ്. പാപ്പനശ്ശേരി പവർലൂം വീവേഴ്സ് ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മുൻ പ്രസിഡന്റ് P. ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം മുൻ PSC മെമ്പർ V. ആയിഷ ടീച്ചറും കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാറും ആദ്യ നിക്ഷേപ സമാഹരണം P. രാമചന്ദ്രൻ, K. വിജയൻ, ലോഗോ പ്രകാശനം താവം ബാലകൃഷ്ണനും ആദ്യ വായ്പാ വിതരണം അസിസ്റ്റന്റ് രജിസ്ട്രാർ K. രാജനും സുവർണ കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം പീക്കോ പ്രസ് ഡയറക്ടർ N. ഉഷയും പ്രവർത്തന റിപ്പോർട്ട് അവതരണം ഓണററി സെക്രട്ടറി V. ഷെജിനയും നിർവഹിച്ചു. ചടങ്ങിൽ P. നാരായണൻ, K. V. വാസു, CP. ജയരാജൻ മാസ്റ്റർ, T. രാജൻ, C. സുനിൽകുമാർ തുടങ്ങി നിരവധി പേർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. യേശുദേവന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. അന്യരുടെ പാപത്തിനായി കുരിശുമരണം വരിച്ച ദൈവപുത്രന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. കാൽവരി മലയിൽ കുരിശിൽ മരിച്ച യേശുദേവന്റെ പീഡാനുഭവ യാത്രയുടെ സ്മരണയുമായി ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും നടന്നു. പയ്യന്നൂർ അമലോത്ഭവ ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കുരിശിന്റെ വഴിക്ക് വികാരി ഫാദർ ക്രിസ്റ്റി നേതൃത്വം നൽകി. പെരുമ്പ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി ഇടവക ദേവാലയത്തിൽ സമാപിച്ചു. തുടർന്ന് ദുഃഖവെള്ളി ദിനാചരണത്തിന്റെ ഭാഗമായി പീഡാനുഭവ വായന, വചനപ്രഘോഷണം, കുരിശാരാധന, ദിവ്യകാരുണ്യ സ്വീകരണം എന്നിവയും നടന്നു.
കാൽവരി മലയിൽ കുരിശിൽ മരിച്ച യേശുവിന്റെ സ്മരണകളും പീഡാനുഭവ യാത്രയുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുമായി കുഞ്ഞിമംഗലം വിശുദ്ധ മിഖായേൽ ദേവാലയത്തിൽ കുരിശിന്റെ വഴി നടത്തി. കുഞ്ഞിമംഗലം വിശുദ്ധ മിഖായേൽ ദേവാലയത്തിൽ യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് കുരിശിന്റെ വഴി നടത്തി. കുരിശിന്റെ വഴി ചെറുതാഴത്തു നിന്നും ആരംഭിച്ച് ദേവാലയ പരിസരത്ത് സമാപിച്ചു. ഫാദർ ജോർജ് ലൂയിസ്, ഫാദർ ജോൺസൺ സിമേന്തി എന്നിവർ നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ പങ്കുചേർന്നു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയുടെ നേതൃത്വത്തിൽ ദുഃഖവെള്ളി ആചരണവും കുരിശിന്റെ വഴിയും നടന്നു. ഇടവക വികാരി ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗാഗുൽത്ത മലയിൽ ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ യാത്രയുടെ പുനരാവിഷ്കാരം തൃക്കരിപ്പൂരിൽ നടത്തി. സെന്റ് പോൾസ് ഇടവക പള്ളിയുടെ നേതൃത്വത്തിലാണ് അപൂർവമായ ആവിഷ്കാരം നടന്നത്. നടക്കാവിൽ നിന്നും വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞാരംഭിച്ച കുരിശിന്റെ വഴിക്ക് മുന്നിലായാണ് യേശുക്രിസ്തുവിന്റെ കുരിശിലേറ്റപ്പെടുമ്പോൾ വഴിയിൽ നടന്നതും മലമുകളിൽ കുരിശിൽ തറച്ചതുൾപ്പെടെയുള്ളവ അവതരിപ്പിച്ചത്. വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത യേശുക്രിസ്തുവിനെ കുരിശിൽ തറക്കുന്ന ഭാഗങ്ങൾ വരെ 3.5 കിലോമീറ്റർ ദൂരം വരുന്ന തെരുവിലൂടെ ഇടവക വിശ്വാസികൾ ദൃശ്യാവിഷ്കാരം നടത്തി. യേശുദേവന് പുറമെ ശീമയോനും പിലാത്തോസും പടയാളികളും ഓർസലേമിലെ സ്ത്രീകളും കുട്ടികളുമെല്ലാം തങ്ങളുടെ ഭാവങ്ങൾ തന്മയത്തമായി അവതരിപ്പിച്ചു. 14 സ്ഥലങ്ങളിലും അതാത് ദൃശ്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ റോഡിനിരുവശത്തും തളിച്ചുകൂടിയ ജനങ്ങളിൽ ക്രൂശിതനായ യേശുവിൻ്റെ പീഡകൾ ഓർമ്മയിലെത്തി. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയുടെ നേതൃത്വത്തിൽ നടക്കാവ് കത്തോലിക്ക സെമിത്തേരി പരിസരത്തു നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് കുരിശ് ചുംബനവും ദിവ്യകാരുണ്യ സ്വീകരണവും നടന്നു. ഇടവക വികാരി ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. 50 നോമ്പാചരണത്തിന്റെ സമാപനം കുറിച്ച് ഈസ്റ്റർ ആഘോഷത്തിന് തുടക്കമിടുന്ന പാതിരാ കുർബാന ശനിയാഴ്ച നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. രാമന്തളി ചൂളക്കടവിൽ കടത്തുതോണി സേവനം നിർത്തിയതോടെ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളടക്കം ദുരിതത്തിലായി. ഇപ്പോൾ കിലോമീറ്റർ ചുറ്റി വേണം പയ്യന്നൂരിലെത്താൻ. കടത്ത് ഇല്ലാതായതിനാൽ പ്രദേശത്തുകാർ ഒറ്റപ്പെട്ട നിലയിലാണ്. ചൂളക്കടവ് നിവാസികൾ എന്നും അവഗണനയുടെ വക്കിലാണ്. ഇവിടെ പയ്യന്നൂർ കൊച്ചിയുമായി ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനവും നടപ്പിലായില്ല. കാലങ്ങളായി കടത്തിനെയായിരുന്നു ഇവർ ആശ്രയിച്ചിരുന്നത്. എന്നാൽ കടത്തും നിർത്തി വെച്ചതോടെ ഇവരുടെ ദുരിതം ഇരട്ടിയിലധികമായി. വരുമാനം കുറഞ്ഞതാണ് തോണിക്കാരൻ കടത്തിൽ നിന്നും പിന്മാറാൻ കാരണമെന്ന് പ്രദേശത്തുകാർ പറയുന്നു. ചൂലക്കടവ്, വടക്കുംപാട് ഭാഗങ്ങളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ പയ്യന്നൂരിലെ സ്കൂളിലും കോളേജിലുമായി പഠിക്കുന്നുണ്ട്. തോണിയില്ലാത്തതിനാൽ രാമന്തളി പുന്നക്കടവ് വഴി കിലോമീറ്റർ ചുറ്റി വേണം പയ്യന്നൂരിലെത്താൻ. വലിയ തുക തന്നെ ഇവർക്ക് ചെലവാകുന്നുമുണ്ട്. എൻ്റെ മോൻ പയ്യന്നൂരാണ് പഠിക്കുന്നത്. പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് കോവയിലെത്തണമെങ്കിൽ 20 ഉറുപ്പ്യ ഓട്ടോറിക്ഷ കൂലി കൊടുക്കണം. എന്നിട്ടാണ് പയ്യൻ്റെക്ക് പോകുന്നത്. കടവ് നിർത്തിയത് കൊണ്ട് നമ്മ ഒറ്റപ്പെട്ട ജീവിതമാണ്. അതുകൊണ്ട് നമുക്ക് കടവ് നിർബന്ധമായിട്ടും വേണം. അതിക്ക് നഷ്ടമെന്നാണ് പറയുന്നത്. 10-15 ആളെ വരുത്തില്ലൂ ഇതിൽ. അതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല എന്ന് അയാൾ പറയുന്നത്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആരെയും. എത്ര മാസമായി നിർത്തി വെച്ചിട്ട്? 1 മാസമായി. അക്കരെ വേഗം എത്തിയാൽ ബസ്സിന് പോവാം. ഇതിലാണെങ്കിൽ ചുറ്റി 20 ഉറുപ്പ്യ കൊടുത്തിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകേണ്ടി വരും. അത് ഭയങ്കര കഷ്ടമാണ്. തോണി ഉണ്ടെങ്കിൽ നല്ല ഉപകാരമായിരുന്നു. ചൂളക്കടവിൽ പാലം നിർമ്മിക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കടത്ത് പുനഃസ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. തോണിയും പാലവുമില്ലാതെ ഒരുപറ്റം ജനങ്ങൾ ഇവിടെ നരകിക്കുന്നത് കനിവുള്ളവർ കാണണം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെങ്കിലും കടത്ത് പുനഃസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തരിശുഭൂമിയിൽ നെൽകൃഷി ചെയ്ത് നൂറുമേനി വിളയിച്ച് പയ്യന്നൂർ കാർഷിക സേവന കേന്ദ്രം.
വർഷങ്ങളായി കൃഷി ചെയ്യാതെ കിടന്നിരുന്ന തവിടുശ്ശേരി വയലിലെ 5 ഏക്കറോളം നെൽവയലിലാണ് ഇവർ കൃഷിയിറക്കി വിളവെടുത്തത്. ഒരു കാലത്ത് നെൽകൃഷിയിലും പച്ചക്കറി കൃഷിയിലും ഏറെ ഖ്യാതി നേടിയിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു തവിടുശ്ശേരി വയൽ. റബ്ബറിൻ്റെ കടന്നുകയറ്റവും കൃഷിപ്പണിക്ക് ആളുകളെ കിട്ടാത്ത സാഹചര്യവും ഈ പ്രദേശത്തെ വയലുകളെ തരിശാക്കി മാറ്റി. ഉൽപ്പാദനച്ചെലവ് വർദ്ധിച്ചു വന്നതോടെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ നെൽകർഷകർ മറ്റ് കൃഷികളിലേക്ക് തിരിയുകയായിരുന്നു. തരിശായി കിടന്നിരുന്ന ഈ നെൽവയലിൽ 5 ഏക്കർ സ്ഥലത്താണ് കാർഷിക സേവന കേന്ദ്രം കൃഷിയിറക്കിയത്. ആതിര, പ്രത്യാശ എന്നീ അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകളാണ് കൃഷി ചെയ്തത്. വിളവെടുപ്പ് ഉദ്ഘാടനം പെരിങ്ങോം കൃഷി ഓഫീസർ KM മോഹനൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ TP ഉഷ അധ്യക്ഷയായി. VV നാരായണൻ, K കമലാക്ഷൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ട്രാക്കിൽ വിജയങ്ങൾ തീർക്കുമ്പോഴും ജീവിതത്തിന്റെ ഹഡിൽസ് മറികടക്കാനാവാതെ കായിക താരം. പെരുമ്പടവ് സ്വദേശിനിയും നിരവധി മീറ്റുകളിലെ സ്വർണ്ണ മെഡൽ ജേതാവുമായ മഞ്ജുവാണ് കായിക സ്വപ്നങ്ങൾ പൂവണിയാൻ ഉദാരമതികളുടെ കനിവ് തേടുന്നത്. ദീർഘദൂരങ്ങളെ അതിവേഗത്തിൽ തൻ്റെ കാലുകൾ കൊണ്ട് കീഴടക്കിയിട്ടുണ്ട് മഞ്ജു എന്ന കായിക താരം. എന്നാൽ ഇന്ന് ജീവിതം തീർക്കുന്ന ഹഡിൽസ് മറികടക്കാനാവാതെ തൻ്റെ കായിക സ്വപ്നങ്ങളെ നെഞ്ചോട് ചേർത്ത് നിശബ്ദയാകുകയാണ് ഈ കായിക താരം. ഒരു കാലത്ത് ജില്ലാ, സംസ്ഥാന, സ്കൂൾ കായികമേളയിൽ ദീർഘദൂര ഓട്ടമത്സരങ്ങളിൽ മിന്നും താരമായിരുന്നു മഞ്ജു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1996 കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ നിന്ന് 3000, 1500, 800 തുടങ്ങിയ ദീർഘദൂര ഓട്ടങ്ങളിൽ മികച്ച നേട്ടം കൊയ്താണ് മഞ്ജു തൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടായ ചില ജീവിത സാഹചര്യങ്ങൾ ഈ താരത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചു. പെട്ടെന്നുണ്ടായ വിവാഹവും തുടർന്ന് ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ തന്നെ വിവാഹബന്ധം പിരിയലുമൊക്കെയായി മഞ്ജുവിൻ്റെ ജീവിതം വഴിമുട്ടി. ഇതോടെ മക്കളുടെയും കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്തം ഇവരുടെ ചുമലിലായി. തുടർന്ന് കുടുംബം പുലർത്തുന്നതിനായി റബ്ബർ ടാപ്പിംഗ് അടക്കമുള്ള ജോലികൾ ചെയ്തു തുടങ്ങി. ജീവിതം പ്രതിസന്ധി തീർക്കുമ്പോഴും തൻ്റെ കായിക മനസ്സിന് വിലങ്ങുതടിയിടാൻ മഞ്ജു തയ്യാറായില്ല. സ്കൂൾ കായികമേളയുടെ സമയത്ത് കരിപ്പാൽ സ്കൂളിലെ നിരവധി കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനം നൽകി വന്നു. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം കുടുംബശ്രീ ജില്ലാ മീറ്റിൽ പങ്കെടുത്ത് മഞ്ജു വീണ്ടും കായിക രംഗത്തെത്തി. ഇടവേളയുടെ പതർച്ചകളൊന്നുമില്ലാതെ 2ാം വരവിലെ ആദ്യ മത്സരത്തിൽ തന്നെ 2ാം സ്ഥാനവുമായി ഈ താരം വരവറിയിച്ചു. തുടർന്ന് ജില്ലാ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ 2 സ്വർണം 1 വെള്ളി, തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന മീറ്റിൽ 5 സ്വർണവും വ്യക്തിഗത ചാമ്പ്യൻ പട്ടവും നേടി ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറി. ഈ നേട്ടത്തോടെ ഇന്റർനാഷണൽ മീറ്റിൽ പങ്കെടുക്കുവാനുള്ള അവസരവും ഈ കായിക താരത്തിന് കൈവന്നു. പക്ഷേ മഞ്ജുവിൻ്റെ മുൻപിൽ ഇതിനായി കടമ്പകൾ ഏറെയാണ്. മെയ് 10 സിംഗപ്പൂരിൽ ആരംഭിക്കുന്ന മീറ്റിൽ പങ്കെടുക്കണമെങ്കിൽ 1 ലക്ഷത്തോളം രൂപ ചെലവാകും. സംസ്ഥാന നാഷണൽ മീറ്റുകളിൽ DYFI പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ജനശ്രീ, സ്വാശ്രയ സംഘങ്ങൾ എന്നിവയുടെ സഹായ സഹകരണത്തോടെ പണം സ്വരൂപിച്ചാണ് പങ്കെടുത്തത്. ടാപ്പിംഗ് നടത്തി ഉപജീവനം കഴിയുന്ന മഞ്ജുവിന് ഈ തുക താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇപ്പോൾ എനിക്ക് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ വേണ്ടി സിംഗപ്പൂരിൽ പോകാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയുണ്ട്. പക്ഷെ ഞാൻ ഒരു നിർധന കുടുംബത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ടാപ്പിംഗ് ചെയ്താണ് എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നത്. അപ്പം ഈ തുക എനിക്ക് സ്വന്തമായി കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ കുടുംബശ്രീയുടെയും ഞങ്ങളുടെ പള്ളിയുടെയും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവുമെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ മീറ്റിന് ഇറങ്ങിയത്. അതുപോലെ ഈ മീറ്റ് സർക്കാർ ഏറ്റെടുത്ത് എന്നെപ്പോലെയുള്ള കായിക താരങ്ങൾക്ക് പ്രചോദനമായി അവരുടെ വരും കാലങ്ങൾ അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയുള്ള എല്ലാവിധ സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ തങ്ങളുടെ അത്ലറ്റുകൾക്ക് പണം നൽകി പ്രോത്സാഹിപ്പിച്ചാണ് മാസ്റ്റേഴ്സ് മീറ്റിൽ എത്തിക്കുന്നത്. എന്നാൽ കേരളത്തിലാകട്ടെ എൻട്രി ഫീസ് 5000 രൂപയും ഓരോ മത്സരാർത്ഥിക്കും ഓരോ ഇനങ്ങളിൽ 600 രൂപയും വീതം സ്വന്തമായി വേണം കണ്ടെത്താൻ. മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കണമെങ്കിൽ ഉദാരമതികളുടെ കനിവ് കാത്തു നിൽക്കുകയാണ് മഞ്ജുവും കുടുംബവും. സ്പോർട്സ് കൗൺസിലും ഗവൺമെൻറ്റുമൊക്കെ അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ ഈ നിർധന കുടുംബത്തിലെ അംഗത്തിന് തീർച്ചയായും ഇതിൻ്റെ ചെലവ് വഹിക്കാൻ കഴിയുന്നതാണ്. ഇപ്പം നാട്ടുകാരുടെയും കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ സഹകരണത്തോടെയാണ്, അതുപോലെ പള്ളിയിലെ അച്ഛൻ്റെയൊക്കെ സഹായത്തോടെയാണ് മഞ്ജു യാത്രയിരിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതുപോലുള്ള കായിക പ്രേമികളെയും ഈ നാടിൻ്റെ അഭിമാനമായി മാറേണ്ട ഈ പ്രതിഭയെ ഗവൺമെൻറ് അംഗീകരിച്ച് അവരുടെ ചെലവ് വഹിക്കാൻ ആവശ്യമായ തീരുമാനം ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. അതുപോലെ ഈ സ്പോർട്സ് പ്രേമികളും കായികത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും സാമ്പത്തിക സഹായം മഞ്ജുവിന് നൽകി നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറാൻ ഈ കുട്ടി കഴിയട്ടെ. അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ഉണ്ടാവണമെന്നാണ് ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന രൂപത്തിലേക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രാവിലെയും വൈകുന്നേരവും വീട്ടിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള പെരുമ്പടവ് BJMUP ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കാൽനടയായി എത്തിയാണ് പരിശീലനം നടത്തുന്നത്.
ടാപ്പിങ്ങിനിടയ്ക്കും പരിശീലനത്തിനുള്ള സമയം കണ്ടെത്തിയാണ് മഞ്ജു ഇന്റർനാഷണൽ മീറ്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത്. മഞ്ജുവിലൂടെ കണ്ണൂരിൻ്റെയും കേരളത്തിൻ്റെയും കായിക പ്രതാപങ്ങൾ ഉയർന്നേക്കാം. അതിനായി സുമനസ്സുകൾ കൈകോർക്കണം. സ്വന്തമായി ഒരു ബൂട്ട് വാങ്ങാൻ പോലും നിർവാഹമില്ലാത്ത മഞ്ജുവിന് കൈത്താങ്ങാകാൻ. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. PVK പനയാലിന്റെ നോവൽ ഖനിജത്തിന് രംഗഭാഷ്യമൊരുങ്ങുന്നു. വെള്ളൂർ ജനകീയ കലാസമിതി അണിയിച്ചൊരുക്കുന്ന നാടകം മാർച്ച് 27 അരങ്ങിലെത്തും. ആരും അറിയാതെ പോയ ഒരു ചരിത്രത്തിൻ്റെ ഏട് കയ്യൂർ സമര പശ്ചാത്തലത്തിൽ വായിക്കുന്ന PVK പനയാലിൻ്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഖനിജം എന്ന നോവൽ നാടകമാകുന്നു. വെള്ളൂർ ജനകീയ കലാസമിതിയാണ് സുവർണ ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായി നാടകം അരങ്ങിലെത്തിക്കുന്നത്. ലോക നാടക ദിനമായ മാർച്ച് 27 രാത്രി 8 മണിക്ക് വെള്ളൂരിൽ പ്രമുഖ നാടക സംവിധായകൻ ഗോപിനാഥ് കോഴിക്കോട് ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. P. അപ്പക്കുട്ടൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. ജീവിതത്തിലും ഭരണകൂടത്തോടുമുള്ള വിധേയത്വത്തിലും അത്യന്തം ഫാസിസ്റ്റായ സുബ്രായൻ എന്ന പോലീസുകാരൻ്റെ ജനവിരുദ്ധ മുഖം വരച്ചു കാട്ടുന്ന നാടകം അവതരണത്തിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ഇക്കേരി രാജവംശത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ വടക്കേ മലബാറിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് പോരാളി എന്ന് വിശേഷിപ്പിക്കാവുന്ന കമല എന്ന കഥാപാത്രത്തിലൂടെയാണ് നാടകം പ്രമേയം വികസിക്കുന്നത്. ഡോക്ടർ ഷിബു എസ് കൊട്ടാരൻ ദീപസംവിധാനവും ഏഴാച്ചേരി രാമചന്ദ്രൻ ഗാനരചനയും നിർവഹിച്ചു. കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സംഗീതം നൽകി ആലപിക്കുകയും ചെയ്തു. ഗോപി കുറ്റിക്കോലാണ് നാടകരൂപവും സംവിധാനവും. ജയൻ പാലറ്റ് കലയും നിർമ്മൽ സിലറ്റ് പ്രോപ്പർട്ടീസും റൂബി കിട്ടൻ കോസ്റ്റ്യൂംസും നിർവഹിച്ചിരിക്കുന്നു. KP പ്രകാശൻ, KP ജ്യോതി, C ഗോവിന്ദൻ, KP കൃഷ്ണൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. കരിവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്തിലെ പുത്തൂർ പാച്ചേനിയിൽ നറുംപാൽ സമൃദ്ധി ചൊരിയുകയാണ് ക്ഷീരകർഷകയായ അംബികയുടെ ഡയറി ഫാം. കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ പണിക്കൂലിയും തീറ്റപ്പുൽ കൃഷിയിലൂടെ തീറ്റച്ചെലവും കുറച്ചാണ് അംബിക പാച്ചേനിയിൽ പാലാഴി തീർക്കുന്നത്. കേരളത്തിലെ നൂറുകണക്കിന് ഗ്രാമീണ കുടുംബങ്ങളുടെ ഏക അത്താണി ഇന്നും പാൽ വിൽപ്പന തന്നെയാണ്. പലരും പ്രാരാബ്ധങ്ങളുടെ നെല്ലിപ്പലക കണ്ടപ്പോൾ പശു വളർത്തലിലേക്ക് തിരിഞ്ഞവരാണ്. ആരെയും പശു കൈവിട്ടില്ല. കരിവള്ളൂർ പാച്ചേനിയിലെ അംബികയുടെ കഥയും മറ്റൊന്നല്ല. അംബികയും മകൻ പ്രസാദും മരുമകൾ രേഷ്മയും ചേർന്നാണ് പശുക്കളെ നോക്കുന്നത്. 20ഓളം പശുക്കൾ ഇന്ന് ഈ തൊഴുത്തിലുണ്ട്. രാവിലെ 3:30 ഇവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. അംബികയും മകനും മരുമകളും കൂടി പശുക്കളെ കുളിപ്പിച്ച് തൊഴുത്ത് വൃത്തിയാക്കി കറവ ആരംഭിക്കും. കറവയന്ത്രം ഉപയോഗിച്ചാണ് കറവ. കറവയ്ക്ക് ശേഷം ഉഴുന്ന്, കൊപ്രപ്പിണ്ണാക്ക്, ചോളപ്പൊടി, കടലപ്പിണ്ണാക്ക് എന്നിവ കൂട്ടിയോജിപ്പിച്ച് നൽകുന്നു. പെല്ലറ്റ് പൂർണ്ണമായും ഇവർ ഒഴിവാക്കിയിരിക്കുന്നു. പ്രതിദിനം 110 ലിറ്റർ പാലാണ് ലഭിക്കുന്നത്. ലിറ്ററിന് ശരാശരി 31 രൂപയാണ് ലഭിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം 3410 രൂപയോളം ലഭിക്കും. വീട്ടുകാർ തന്നെ ജോലി ചെയ്യുന്നത് കൊണ്ട് വലിയ ചെലവില്ല. കാലിത്തീറ്റയുടെ ചെലവ് മാത്രമേ വരുന്നുള്ളൂ. അസുഖമൊന്നും വരാതിരിക്കണമെന്ന് മാത്രം. ചാണക വിൽപ്പനയിലൂടെ നല്ലൊരു വരുമാനവും ലഭിക്കുന്നു. ആദ്യം ഞാൻ ആകെ വിഷമത്തിലുണ്ടായി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു ഇതില്ലല്ലോ. ഇപ്പം പശുക്കളെ പെറ്റ് കറക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് സന്തോഷമാണ്. എന്നുവെച്ചാൽ ദിവസം ഇവരൊന്നിച്ച് നേരം കൂട്ടും. എനിക്ക് തന്നെ ഇവരെ എൻ്റെ കൂട്ടുകാർ. 2:30 ഉറങ്ങി എഴുന്നേറ്റ് പശുവിന് തീറ്റ കൊടുത്ത് കുളിപ്പിച്ച് അതിനെ കറക്കും. 3 പ്രാവശ്യം തീറ്റ കൊടുക്കും. 4 പ്രാവശ്യം കുളിപ്പിക്കും. 110 ലിറ്റർ പാല് പുത്തൂർ ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന് അളക്കുന്നുണ്ട്. പുത്തൂർ ക്ഷീരോത്പാദ സഹകരണ സംഘത്തിനാണ് പാല് അളന്നു കൊടുക്കുന്നത്. തീറ്റ ചെലവ് കുറയ്ക്കാൻ തീറ്റപ്പുൽ കൃഷിയുമുണ്ട്. 1.5 ഏക്കർ സ്ഥലത്താണ് തീറ്റപ്പുൽ കൃഷി. CO3 എന്ന ഇനമാണ് കൃഷി ചെയ്യുന്നത്. തൊഴുത്ത് വൃത്തിയാക്കുമ്പോഴും കാലികളെ കുളിപ്പിക്കുമ്പോഴും നിലത്ത് വീഴുന്ന വെള്ളം ഒഴുകിപ്പോകാൻ നീർച്ചാൽ തയ്യാറാക്കിയിരിക്കുന്നു. ഇത് താഴെ നെൽവയലുകളിലാണ് ചെന്നെത്തുന്നത്. അങ്ങനെ നെൽകൃഷിക്കും ഇത് ഉപയോഗിക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റ് വഴി വീട്ടിലേക്ക് ആവശ്യമായ ഗ്യാസും ഉൽപ്പാദിപ്പിക്കുന്നു. 2006 മുതൽ തുടർച്ചയായി മിൽമയുടെ ബ്ലോക്ക് തല അവാർഡ് അംബികയ്ക്കാണ് ലഭിക്കുന്നത്. സംസ്ഥാന ക്ഷീരസഹകരണ വകുപ്പും കണ്ണൂർ ജില്ലാ മിൽമയും സംയുക്തമായി 2015-16 ഏറ്റവും നല്ല ക്ഷീര കർഷകയായി അംബികയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ ചെലവുകൾ മുഴുവൻ നടന്നു പോകുന്നത് ഈ വരുമാനത്തിൽ നിന്നാണ്. ഇതിൽ നിന്നും മിച്ചം പിടിച്ചാണ് അംബിക ജീവിതത്തെ ധൈര്യത്തോടെ നേരിടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഡോക്ടർ ജിനേഷ് കുമാർ എരമത്തിന്റെ കവിതാ സമാഹാരം പിന്നെ പ്രകാശനം ചെയ്തു. ഗാന്ധി പാർക്കിൽ നടന്ന ചടങ്ങിൽ സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രനിൽ നിന്ന് P. അപ്പുക്കുട്ടൻ പുസ്തകം ഏറ്റുവാങ്ങി.
ഒരു സംഗീതം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്ന, അല്ലെങ്കിൽ ഒരു കവിത കിട്ടിയാൽ, ഒരു ഗാനം കിട്ടിയാൽ അതിൻ്റെ മീറ്ററിങ് നോക്കി അതിനെ ചട്ടക്കൂടിൽ ഒതുക്കി വേണ്ടുന്ന രാഗങ്ങൾ കൊടുത്ത് പ്രയോഗിക്കാനുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കിത്തരേണ്ടത് ഗാനരചയിതാക്കളാണ്. കവിതയെഴുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കർമ്മമാണ്. വെറുമൊരു പാട്ടുകാരനായ തനിക്ക് ഒരു കവിതാ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള അവസരമുണ്ടായത് സൗഭാഗ്യമായി കരുതുകയാണ്. തൻ്റെ അർഹതയ്ക്കുപരി സംഘാടകർക്ക് ഏതോ നിലയിൽ തന്നോടുള്ള ആദരവിൻ്റെ തെളിവായാണ് താൻ ഇതിനെ കാണുന്നതെന്നും പുസ്തക പ്രകാശനം നിർവഹിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പി അപ്പുക്കുട്ടൻ പുസ്തകം ഏറ്റുവാങ്ങി. ഇ പി രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ടി എ മധുസൂദനൻ, വി പി മോഹനൻ, പുന്നം ചന്ദ്രൻ, പി കെ സുരേഷ് കുമാർ, കെ വി പ്രശാന്ത് കുമാർ, ശ്രീധരൻ കൈതപ്പുറം എന്നിവർ സംസാരിച്ചു. സംസ്കരണ സംവിധാനമില്ല. തോട്ടങ്ങളിൽ ഉപയോഗമില്ലാതെ കശുമാങ്ങകൾ പാഴാക്കി കളയുന്നു. ആരോഗ്യകരവും ഗുണപ്രദവുമായ ഈ പഴത്തെ നാം വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുകയാണ് ഒരു റിപ്പോർട്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാമായിരുന്നിട്ടും സംസ്ഥാനത്ത് കശുമാങ്ങകൾ വൻതോതിൽ പാഴാക്കി കളയുകയാണ്. പ്രതിവർഷം 36,450 ടൺ കശുവണ്ടി ലഭിക്കുന്ന കേരളത്തിൽ ഇതിൻ്റെ 8 ഇരട്ടിയോളം കശുമാങ്ങയും ലഭിക്കുന്നുണ്ട്. എന്നാൽ കാര്യക്ഷമമായ സംസ്കരണ സംവിധാനമില്ലാത്തതിനാൽ കശുമാങ്ങ ഏതാണ്ട് മുഴുവനായും പാഴാക്കി കളയുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദനം നടക്കുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കശുമാവിൻ തോട്ടങ്ങളിൽ കശുമാങ്ങകൾ കുമിഞ്ഞുകൂടുമ്പോഴും ഇത് ഉപയോഗപ്പെടുത്താൻ സർക്കാർ തലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുമില്ല. അന്യ സംസ്ഥാനങ്ങളിൽ കർഷകരെ സഹായിക്കുന്നതിന് കശുമാങ്ങ സംസ്കരിച്ച് ജ്യൂസ്, ജാം, കാഷ്യൂ കേക്ക്, ഫെനി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്കരണ യൂണിറ്റുകൾ ഉള്ളപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം കർഷകർക്ക് ഇവ തീർത്തും അന്യമാണ്. വീട്ടുമുറ്റത്തുള്ള പോഷകസമ്പന്നമായ കശുമാങ്ങയെ നാം അവഗണിക്കുകയാണ്. പാഴാക്കി കളയുന്ന കശുമാങ്ങ വേണ്ടവിധം ഉപയോഗപ്പെടുത്തിയാൽ പുതിയ തരം രുചിക്കൂട്ടുകളിലൂടെ ഉപയോഗം വർദ്ധിപ്പിക്കാനും പോഷക ലഭ്യത ഉറപ്പാക്കാനും കശുമാങ്ങ നേരത്തെ കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉൽപ്പാദനം കുറവായതിനാലും അവയുടെ വിപണി വില വളരെ കൂടുതലായതിനാലും പോഷക സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരം പഴങ്ങളിലൂടെ ബദൽ സംവിധാനം കണ്ടെത്തുന്നുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം ഇതിൻ്റെ ഈ വെള്ളം നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നല്ല വിറ്റാമിൻ്റെ സാധനം, കൃത്രിമമില്ല, ഒരു വളമൊന്നുമില്ല. നമുക്ക് ഇതിന് വെള്ളം പോലും ഒഴിക്കണ്ട. നമുക്ക് ഈ പറഞ്ഞ കശുമാവിന് വെള്ളം പോലും ഒഴിക്കണ്ട. അപ്പോൾ അത്രയും നല്ലൊരു പാനീയമാണ് ആ പഴത്ത് നമുക്ക് കിട്ടുന്നത്. അത് ആരും ഉപയോഗിക്കുന്നില്ല. അത് നല്ല സാധനം ഇപ്പോൾ ആർക്കും വേണ്ട. പുറത്ത് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന വിഷാംശമില്ല ഫ്രൂട്ട്സ് എല്ലാം ജ്യൂസ് അടിച്ച് കുടിക്കാൻ എല്ലാവർക്കും നല്ല താല്പര്യമാണ്. ഹൃദയ സംരക്ഷക ഫലമായ കശുമാങ്ങയിൽ ഉയർന്ന അളവിൽ ജീവകം സി അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കൂടാതെ ധാതുലവണങ്ങളും നിരോക്സികാരികളും ഇതിൽ ഉണ്ട്. ഇതിനു പുറമെ രക്തത്തിലെ കൊളസ്ട്രോൾ, അമിതവണ്ണം, ഗ്ലൂക്കോസ് എന്നിവയെ നിയന്ത്രിക്കാൻ കശുമാങ്ങ ഉത്തമമാണ്. ഇത്രയും ആരോഗ്യകരവും ഗുണപ്രദവുമായ പഴത്തെ നാം വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്നത് ഖേദകരം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തരിശിട്ട പറമ്പിൽ കൃഷിയിൽ വിജയഗാഥ തീർത്ത് യുവ കൂട്ടായ്മ. തൃക്കരിപ്പൂർ വൈക്കത്തെ യുവ കർഷകൻ പാവൂർ അജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇടവിള കൃഷിയിൽ വിജയഗാഥ തീർത്തത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ വൈക്കത്ത് പ്രദേശത്തെ തരിശിട്ട 60 സെന്റ് സ്ഥലം കൃഷിയോഗ്യമാക്കി 350 ടിഷ്യൂ കൾച്ചർ വാഴയും അതിന് ഇടവിളയായി പച്ചക്കറി കൃഷിയുമാണ് നടത്തിയത്. വെള്ളരി വിളവെടുപ്പ് പഞ്ചായത്ത് മെമ്പർ ബി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. 60 സെന്റ് ഭൂമിയിലോളം ഏറ്റവും നല്ല രീതിയിൽ വിളവെടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് കർഷകർക്ക് അതിന് കൃത്യമായ ആനുകൂല്യം കിട്ടാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. വളങ്ങളും മറ്റും തന്നെ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്കത് കൃത്യമായി നമുക്ക് ഉപയോഗിച്ച് നമ്മളത് വിപണിയിലെത്തിക്കുമ്പോൾ അതിന് കാശ് കിട്ടാത്തൊരു സ്ഥിതി ഇന്ന് നിലവിലുണ്ട്. യുവകർഷകനായ പാവൂർ അജയൻ, ദിനേശൻ, കെ വി നാരായണൻ എന്നിവരുടെ കൂട്ടായ്മയിലാണ് കൃഷി ചെയ്തത്. പ്രത്യേക ജലസേചന സൗകര്യം ഉപയോഗപ്പെടുത്തിയാണ് കൃഷി നടത്തിയത്. ആധുനിക രീതിയിൽ ഒരുക്കിയ മൈക്രോ ഇറിഗേഷൻ സംവിധാനമൊരുക്കിയാണ് പച്ചക്കറിക്ക് ജലസേചനം നടത്തിയത്. ഈ രീതി സമീപത്തെ കർഷകർക്ക് മാതൃകയാവുകയാണ്. വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ 5-ാം വാർഡ് വികസന സമിതി കൺവീനർ വി വി സുരേശൻ സംസാരിച്ചു. പി അജയൻ സ്വാഗതവും കെ വി നാരായണൻ നന്ദിയും പറഞ്ഞു. വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ഉദ്ദേശത്തോടെ പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള JLG ഗ്രൂപ്പുകൾ നടത്തുന്ന പച്ചക്കറി കൃഷിക്കുള്ള ധനസഹായ വിതരണം ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യവുമായി പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള JLG ഗ്രൂപ്പുകൾ നടത്തുന്ന പച്ചക്കറി കൃഷിക്ക് പ്രോത്സാഹനമായി സഹായധനം വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ചു. തളിപ്പറമ്പ് പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സന്തോഷ് വിതരണം നടത്തി.
കേരളത്തിൽ മാത്രമല്ല എൻഡോസൾഫാൻ പ്രയോഗിക്കുന്നത്. തമിഴ്നാട്ടിൽ കേരളത്തിലേക്ക് വരുന്ന എല്ലാ പച്ചക്കറികളിലും വലിയ രൂപത്തിൽ എൻഡോസൾഫാൻ തളിക്കുന്നു എന്നുള്ള വാർത്തകളാണ്. അതിന് എത്രയോടെ ഉദാഹരണങ്ങൾ ചാനലുകൾ നമ്മുടെ മുന്നിൽ കാണിക്കുന്നു. വി പി രാജൻ, പി ജയൻ, എം വി കണ്ണൻ, TCV ബാലകൃഷ്ണൻ, VV സുധ, ടി മധു, MK രമേശ്, PMV ജയകുമാർ, P വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. ഭരണകൂട സൈനികവൽക്കരണത്തെ ചെറുക്കുക തുടങ്ങിയ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സൈനിക രാഷ്ട്രീയ അടിമത്തത്തിനെതിരായ ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. ഭരണകൂട സൈനികവൽക്കരണം ചെറുക്കുക, വികസനത്തിന്റെ പേരിൽ സാമ്രാജ്യത്വ മൂലധനത്തിന് നാടിനെ വിൽക്കുന്നവർക്കെതിരെ പോരാടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാഷ്ട്രീയ പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ തുഷാർ, നിർമ്മൽ സാരഥി, KK മണി, CA അജിതൻ, CP റഷീദ് എന്നിവർ പ്രസംഗിച്ചു. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ കരുത്തെന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസ് ഏമാമാരെ പൊള്ളിക്കും, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ പൊള്ളിക്കും, ഇവിടുത്തെ മന്ത്രിമാരെ പൊള്ളിക്കും, ഇവിടുത്തെ ഭരണകൂടത്തിന് അത് പൊള്ളലേൽപ്പിക്കും. അതുകൊണ്ട് ഞങ്ങള് യാത്ര നടത്തി ഇങ്ങനെ പൊതുയോഗം നടത്തുമ്പോൾ ഇത് അവിടെ നടത്താൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നടത്തരുത്, മറിച്ച് നിങ്ങൾ നടത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നേരെ കുതിര കയറാൻ വരും. മാർച്ച് 23-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ ഏപ്രിൽ 7-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കോഴിമുട്ടയിലും വ്യാജനെന്ന് പരാതി. പയ്യന്നൂർ പെരുമ്പ സ്വദേശി മുഹമ്മദ് വാങ്ങിയ മുട്ടയിലാണ് വ്യാജമെന്ന തരത്തിലുള്ള മാറ്റങ്ങൾ പ്രകടമായത്. ഞാൻ പെരുമ്പല കടയിൽ നിന്ന് ഒരു 20 മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. അതിന് സാധാരണ കുട്ടിക്ക് നാടൻ മുട്ട കൊടുക്കലുണ്ട്. അങ്ങനെ 2 ദിവസം പുഴുങ്ങി കൊടുക്കാൻ നോക്കുന്ന സമയത്ത് കുട്ടി മുട്ട തിന്നുന്നില്ല, തുപ്പിക്കളയുന്നു. അങ്ങനെ ഇന്ന് ഞാൻ എന്താക്കിയെന്നാൽ 5 മുട്ട എടുത്ത് പുഴുങ്ങി നോക്കി. അപ്പോൾ 5 മുട്ട ഇതുപോലെ തന്നെയാണ്. അതിൻ്റെ വെള്ള ഒലിച്ചു പോകുന്നു, മുട്ട ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നു. മുട്ടക്ക് മറ്റ് കെട്ടതായിട്ടുള്ള മണം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെന്തോ ഇപ്പോൾ ചൈനയിൽ നിന്നൊക്കെ മുട്ട വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ എന്തോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മുട്ടയാണെന്ന സംശയത്തിൽ. കോഴിമുട്ടയിലും വ്യാജൻ. നാടൻ കോഴിമുട്ട എന്ന പേരിൽ വിൽക്കപ്പെടുന്ന മുട്ടകളിലാണ് ഇത്തരത്തിൽ വ്യാജനെന്ന് സംശയിക്കുന്ന ചില മാറ്റങ്ങൾ കണ്ടതായി പെരുമ്പയിലെ മുഹമ്മദ് പറയുന്നത്. സാധാരണ നിലയിൽ കോഴി ഫാമുകളിൽ നിന്നോ സമീപത്തെ വീടുകളിൽ നിന്നൊക്കെയാണ് നാടൻ കോഴിമുട്ടകൾ കുട്ടികൾക്ക് നൽകാനായി വാങ്ങാറത്രേ. എന്നാൽ ഇത്തരത്തിൽ മുട്ടകൾ യഥേഷ്ടം ലഭിക്കാതായതോടെയാണ് കോഴിമുട്ടകൾ കടയിൽ നിന്നും വാങ്ങാൻ ആരംഭിച്ചത്. കുട്ടികൾ കോഴിമുട്ട കഴിക്കാത്തതിൽ സംശയം തോന്നിയപ്പോഴാണ് ഇദ്ദേഹം കോഴിമുട്ടയെടുത്ത് പുഴുങ്ങി പരിശോധിച്ചത്. പുഴുങ്ങിയ ശേഷവും മുട്ടയുടെ വെള്ളഭാഗങ്ങൾ ദ്രവരൂപത്തിൽ ഒഴുകിപ്പോകുന്നതായും മുട്ടയുടെ മഞ്ഞ വേവാത്ത പോലെയും കാണപ്പെട്ടു. കൈകൊണ്ട് തൊട്ടുനോക്കുമ്പോൾ അസ്വാഭാവികത അനുഭവപ്പെട്ടതായും മുഹമ്മദ് പറയുന്നു. നെഹ്റു യുവ കേന്ദ്ര കണ്ണൂരും സപ്തരാഷ്ട്മി കലാസമിതി പറവൂരും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല ത്രിദിന സഹവാസ ക്യാമ്പ് പറവൂർ സപ്തരാഷ്ട്മി കലാസമിതിയിൽ തുടങ്ങി. യുവജനങ്ങളിൽ നേതൃത്വ പാടവം വളർത്തിയെടുക്കുന്നതിനും യുവജനങ്ങളുടെ സാമൂഹ്യ സേവന കഴിവ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി നെഹ്റു യുവകേന്ദ്ര കണ്ണൂരും സഫ്ദർ ഹാഷ്മി കലാസമിതി പറവൂരും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല ത്രിദിന സഹവാസ ക്യാമ്പ് PSC കണ്ണൂർ സെക്ഷൻ ഓഫീസർ KV സുനികുമാർ ഉദ്ഘാടനം ചെയ്തു. അവിടെ നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യുന്നത്? ഒരു ലക്ഷ്യമുണ്ട് അല്ലേ? ആ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ശരിയല്ല, അമ്മ ശരിയല്ല, വീട്ടിൽ ആരും ശരിയല്ല, പണമില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എൻ്റെ വീട്ടിലെ ചുറ്റുപാട് ശരിയല്ല, എനിക്ക് സൗന്ദര്യമില്ല, ഞാൻ കറുത്തുപോയി, എനിക്ക് ആവശ്യമായ ചെരുപ്പില്ല, ഷൂ ഇല്ല, മൊബൈൽ ഫോൺ, ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. K ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. V ബാബുരാജ് സ്വാഗതം ആശംസിച്ചു. PSCയെ അറിയാൻ എന്ന വിഷയത്തിൽ KV സുനികുമാറും മൈൻഡ് വെയർ എന്ന വിഷയത്തിൽ പരിയാരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ വേണുഗോപാലും ക്ലാസ് നയിച്ചു. തുടർന്ന് ഫിലിം ഫെസ്റ്റും നടന്നു. അന്നമ്മ TM ക്യാമ്പ് ഓറിയന്റേഷൻ നടത്തി. C ഷിബു, AJ ലീല, N കാർത്യായിനി, അമൽരാജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സഹൃദയ പെരുവാമ്പ, ഷൈൻ സ്റ്റാർ പെരുവാമ്പ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്നുവന്ന ഉത്തരമേഖലാ വോളിയിൽ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായി. പെരുവാമ്പ ഗവൺമെന്റ് LP സ്കൂളിൽ പ്രത്യേകമൊരുക്കിയ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാർ ഫ്ലഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം പുരോഗമിക്കുന്നത്. വ്യാഴാഴ്ച ഗ്രാമീണ വോളിയും വനിതകളുടെ പ്രദർശന മത്സരവുമാണ് നടന്നത്. ഗ്രാമീണ വോളിയിൽ റെഡ് സ്റ്റാർ പേരൂലിനെ പരാജയപ്പെടുത്തി കൈരളി പെരിന്തട്ട ജേതാക്കളായി. തുടർന്ന് നടന്ന വനിതകളുടെ പ്രദർശന മത്സരത്തിൽ സ്പോർട്സ് ഡിവിഷൻ കണ്ണൂരിനെ പരാജയപ്പെടുത്തി കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് കണ്ണൂർ വിജയികളായി. വെള്ളിയാഴ്ച മുതൽ സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കും. മാർച്ച് 27-ന് ഞായറാഴ്ചയാണ് ഫൈനൽ മത്സരം. നിരവധി പേരാണ് മത്സരം കാണാൻ എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്ര.
മാതമംഗലം ആശ്രയ സ്വാശ്രയ സംഘം ഫോർ ബ്ലൈൻഡ്സ് 13ാം വാർഷികാഘോഷം മാർച്ച് 26-ന് നടക്കും. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV കുഞ്ഞപ്പൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഹരിത രമേശൻ അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ ഫോട്ടോ ഫ്രണ്ട്സ് ആൻഡ് വാട്സപ്പ് കൂട്ടായ്മയുടെ കിറ്റ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. ചികിത്സാ സഹായ വിതരണം KM ബാലകൃഷ്ണൻ നിർവഹിക്കും. നിരവധി പ്രമുഖർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഹരിത രമേശൻ, PV രവീന്ദ്രൻ, T ഗോവിന്ദൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ മധുരങ്കൈ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ വൾവക്കാട് ചാപ്പൻ തറവാട് പരിസരത്തു നിന്നും ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. വാദ്യമേളങ്ങളും മുത്തുക്കുടകളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. മാർച്ച് 26 ശനിയാഴ്ച രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം, ഉച്ചയ്ക്ക് 3 മണിക്ക് മുത്തപ്പനെ മലയിറക്കൽ, വൈകുന്നേരം 5 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടം, രാത്രി 10 മണിക്ക് കളിക്കപ്പാട്ട്, രാത്രി 11 മണിക്ക് കലശം വരവ്, മാർച്ച് 27 ഞായറാഴ്ച പുലർച്ചെ 5 മണിക്ക് തിരുവപ്പന വെള്ളാട്ടം എന്നിവയും അരങ്ങിലെത്തും. ഉച്ചയ്ക്ക് 11 മണി മുതൽ അന്നദാനവും നടക്കും. ആഘോഷത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെരുമ്പ തായത്തുവയൽ ശ്രീ മൂത്തേടത്ത് ദേവസ്ഥാനം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കണ്ടോത്ത് കൂർമ്പ ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്ന് ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര ദേവസ്ഥാന പരിസരത്ത് സമാപിച്ചു. തൃക്കരിപ്പൂർ ഈയക്കാട് മുണ്ടിയ കളിയാട്ടത്തിന് തുടക്കമായി. നടക്കാവ് ക്ഷേത്രപാലക ക്ഷേത്ര നടയിൽ നിന്ന് കലവറ ഘോഷയാത്ര നടന്നു. നടക്കാവ് ശ്രീ ക്ഷേത്രപാലക ക്ഷേത്ര തിരുനടയിൽ നിന്നും ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് മുത്തുകുടകളും പഞ്ചാരിമേളവും മാറ്റുകൂട്ടി. നിരവധി സ്ത്രീകൾ കലവറ ദ്രവ്യങ്ങളുമായി ഘോഷയാത്രയിൽ അണിനിരന്നു. 25 മുതൽ 27 വരെ 3 ദിനങ്ങളായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക ആധ്യാത്മിക പരിപാടികളും നടക്കും. കളിയാട്ട ദിവസങ്ങളിൽ പൊട്ടൻ ദൈവം, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളും കെട്ടിയാടും. സമാപന ദിവസമായ മാർച്ച് 27 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനവും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഗ്രാൻഡ് തേജസ് പയ്യന്നൂർ 5ാം വാർഷികം ആഘോഷിച്ചു. ഷോറൂമിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. പയ്യന്നൂരിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ ഭാവങ്ങൾ സമ്മാനിച്ച ഗ്രാൻഡ് തേജസ് 5ാം വയസ്സിലേക്ക്. വാർഷികാഘോഷം ഷോറൂമിൽ നടന്നു. വാർഷികാഘോഷം മാനേജിംഗ് ഡയറക്ടർ K മുഹമ്മദ് അഷറഫ്, റിക്സ, ഫിസ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഗ്രാൻഡ് തേജസിന്റെ പുതിയ സംരംഭം തളിപ്പറമ്പിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും 30,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായാണ് ഷോറൂം ആരംഭിക്കുന്നതെന്നും ഉദ്ഘാടനം നിർവഹിച്ച് MD പറഞ്ഞു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഖാലിദ്, ഹിദാഷ് തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. വിഷുവിൽപ്പനയും ഷോറൂമിൽ ആരംഭിച്ചു. പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് വിഷുവിപണിക്കായി സജ്ജീകരിച്ചിട്ടുള്ളത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട്. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ.
തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് നടന്ന 4 മന്ത്രിസഭാ യോഗങ്ങളിൽ മാത്രം ഭൂമാഫിയയ്ക്ക് വേണ്ടി എടുത്തത് 182 തീരുമാനങ്ങൾ. ഒരു ഫയൽ ചർച്ച ചെയ്യാൻ 2.5 മിനിറ്റ് പോലും എടുത്തിട്ടില്ലെന്ന് രേഖകൾ. പ്രതികരണങ്ങളിലേക്ക്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭദ്രതയെയും അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭദ്രതയെയും സാമ്പത്തിക അവസ്ഥയെയും ഏറെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് ജനങ്ങളിൽ വളരെയേറെ സംശയം ഉളവാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കനാലുകൾ നികത്തുന്നതിലും ഭൂമി നികത്തുന്നതിലും ഉൾപ്പെടെയുള്ള ഉത്തരവുകൾ. അതിൽ ഭരണപക്ഷത്തെ പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവുകയും പല ഉത്തരവുകളും റദ്ദാക്കുകയും പലതും റദ്ദാക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതൊരു നല്ല സമീപനമായി കേരള ജനതയ്ക്ക് കാണാൻ കഴിയില്ല. ഇത്തരം തീരുമാനങ്ങളൊക്കെയും പരിസ്ഥിതിയെ ബാധിക്കുന്നതല്ലാതെ മറ്റു ഇതിനെ കൊണ്ട് നമുക്ക് ഒരു ഫലം കിട്ടുന്നില്ല. മറ്റ് പുതിയ പുതിയ കെട്ടിടങ്ങളും വലിയ ഫ്ലാറ്റുകളും വരുന്നതല്ലാതെ ഇതിനെക്കൊണ്ട് നമുക്കൊരു ഒരു ഉപകാരം ഇല്ല. ഇതിൽ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ആ തീരുമാനം ചെയ്തിരിക്കുകയാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഇവരെ പരിശോധിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ കാര്യങ്ങൾ ഗവൺമെൻറ് ഒന്നും കൂടെ പുനഃപരിശോധിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇനി വരുന്ന ഇലക്ഷൻ വളരെയധികം തിരിച്ചടി ഉണ്ടാവും എന്ന് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ തീരുന്നതിനെക്കാട്ടും താഴേക്ക് പോകും. എല്ലാം കൊണ്ടും അഴിമതിയിൽ മുങ്ങിപ്പൊളിച്ച ഒരു ഗവൺമെൻറ്റാണ് ഈ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. ആ ഗവൺമെൻറ് എല്ലാ വിധത്തിലും ഇതിനെ സഹായിക്കുന്ന അഴിമതിയിൽ മുങ്ങിപ്പൊളിച്ച് നമുക്കറിയാം. ഈ ഗവൺമെൻറ് 5 വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലും ഓർഡിനൻസ് വഴി പല അഴിമതിയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പോലും നടക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു സമീപനം എന്തായാലും എടുക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇന്ന് കേരളത്തിൽ ഇപ്പോൾ UDF ഗവൺമെൻറ് നിയമസഭയിൽ അംഗീകാരം നേടാതെ തന്നെ ഇന്ന് കൈക്കൊണ്ടുവരുന്ന നടപടികളൊക്കെ തന്നെ പിൻവലിക്കപ്പെടേണ്ടതുണ്ട്. അതിനൊരു പക്ഷവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് പൊതുജന സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ ഭൂമി തിരിച്ചുപിടിക്കാനും നമ്മുടെ നെൽവയൽ സംരക്ഷിക്കാനും അതുപോലെ നമ്മുടെ കുന്നുകളും നമ്മുടെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്താനൊക്കെ സഹായിക്കൂ. നമ്മുടെ നെൽവയലിൻ്റെയൊക്കെ വില നമ്മൾ അറിയുക തന്നെ വേണം. അതൊരു വലിയൊരു ജലസംഭരണിയാണ്. ആ നിലയ്ക്ക് തന്നെ നമ്മൾ കാണണം. പക്ഷെ അതെല്ലാം ഇന്ന് ചെയ്യുന്നതെല്ലാം നികത്തുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കാണുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അത് ഭൂമി കിടപ്പാടമില്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കേണ്ട ഭൂമിയാണ്. ആ ഭൂമി അടക്കം ഇപ്പോഴും സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുക എന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇതിനെതിരായിട്ട് മന്ത്രിസഭയിലേക്ക് തിരിച്ചുവരിക്ക് വരില്ല എന്നുള്ള അവർക്ക് വ്യക്തമായി കഴിയും. ആ വ്യക്തതയിൽ നിന്നാണ് അവസാനത്തെ കടുംവെട്ടിനെ ശ്രമിക്കുന്നത്. ഇത് ജനങ്ങളോടും തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിലെ ജനങ്ങളോടുള്ള കടുത്ത ധിക്കാരമാണ്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. അറിയിപ്പുകൾ. കേരള ഫോക്ലോർ അക്കാദമിയുടെയും ഒളവര സങ്കേത ഗവൺമെന്റ് UP സ്കൂൾ ഫോക്ലോർ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അവധിക്കാലത്ത് കാസർഗോഡ് ജില്ലാതല നാട്ടറിവ് ശില്പശാല നടത്തുന്നു. ഏപ്രിൽ 1 വെള്ളിയാഴ്ച നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാർച്ച് 29 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യുക. വിശദ വിവരങ്ങൾക്ക് 0467 271173 9447487919 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വെള്ളൂർ ചെറുക്കോണത്ത് പുതിയപുരയിൽ തറവാട് കുടുംബസംഗമം മാർച്ച് 27 ഞായറാഴ്ച തറവാടങ്കണത്തിൽ നടക്കും. DYFI ചാമക്കാവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 26 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കലാഭവൻ മണി അനുസ്മരണം നടക്കും. തുടർന്ന് ചിലമ്പൊലി കാഞ്ഞങ്ങാട് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ അരങ്ങേറും. പ്രധാന വാർത്തകൾ വീണ്ടും. മാത്തിലിലെ സപ്ലൈകോ ഗോഡൌൺ നവീകരണ പ്രവൃത്തിയിലെ അഴിമതി അന്വേഷണം ത്വരിതപ്പെടുത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് ശ്രീകൃഷ്ണൻ MLA. യേശുദേവന്റെ പീഡാനുഭവ സ്മരണപുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു.
ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. രാമന്തളി ചൂളക്കടവിൽ കടത്തുതോണി സേവനം നിർത്തി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിൽ. കടത്ത് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ട്രാക്കിൽ വിജയങ്ങൾ തീർക്കുമ്പോഴും ജീവിതത്തിന്റെ ഹഡിൽസ് മറികടക്കാനാവാതെ പെരുമ്പടവിലെ കായിക താരം. ഡോക്ടർ ജിനേഷ് കുമാർ എരമത്തിന്റെ കവിതാ സമാഹാരം പിന്നെ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പ്രകാശനം ചെയ്തു. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.